ലക്ഷ്മി നക്ഷത്ര കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഷോപ്പിൻ്റെ ഇനാഗുറേഷനോ അതോ വേറെ എന്തോ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്ന വഴിക്ക് ഓൺലൈൻ മീഡിയാസ് അവരോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അത് രേണുസുതി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നു, ഈ ഒരു കോണ്ടൻറ്റ് ഇത് രേണുസുതിയായിട്ട് ഒരു ബന്ധമില്ലാത്ത കോണ്ടൻറ്റാണ്. ഇതിനകത്ത് ഞാൻ കറൻറ്റ്, പാസ്റ്റ് ഓർ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, രേണുസുതിൻ്റെ ഒരു സിറ്റുവേഷനെ കുറിച്ചും ഒരു കോമൻസും ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊരു രേണുസുതി കോണ്ടൻ്റ് അല്ല. ഇത് ലക്ഷ്മി നക്ഷത്രയ്ക്ക് എൻ്റെ റിപ്ലൈ ആണ്. അവർ പബ്ലിക്കായിട്ട് കുറേ ഓൺലൈൻ ചാനൽസിൻ്റെ മുന്നിൽ എൻ്റെ പേര് പറയാതെ, എന്നാൽ ഓൺലൈൻ ചാനൽസ് എൻ്റെ പേര് പറഞ്ഞ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുത്തപ്പോൾ അതിൽ ഞാൻ എൻ്റെ റിപ്ലൈ പബ്ലിക്കായിട്ട് ലക്ഷ്മി നക്ഷത്രയ്ക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ രേണുസുതിയുടെ ഇതിലേക്ക് വെക്കരുത്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരു കാര്യങ്ങളോടും ഇപ്പോൾ ഒന്നിനോടും സംസാരിക്കാൻ ഞാനില്ല രേണുസുതി റിലേറ്റഡ് ആയിട്ട്. ലക്ഷ്മി നക്ഷത്ര ഈ ഓൺലൈൻ ചാനൽസ് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളും കൊടുത്ത ആൻസറും ഞാൻ എൻ്റെ റിപ്ലൈയുമാണ്. ഈ രേണുസുതിനെ പറ്റി ഇപ്പൊ ഭയങ്കര ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് രേണുവിനെ വെച്ച് വീഡിയോ ചെയ്ത ഇപ്പൊ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ആള് 48 വീഡിയോ രേണുസുതിനെ വെച്ച് ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ നിന്ന് കിട്ടിയ വരുമാനത്തിന് ഒരു നിശ്ചിത തുക രേണുവിന് കൈമാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ രേണുവിനെ വെച്ച് ചെയ്ത ആൾക്കാരൊക്കെ അങ്ങനെ പൈസ കൊടുക്കാൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇല്ല, എനിക്ക് അതിനെപ്പറ്റി ആക്ച്വലി ഒന്നും പറയാനില്ല. എനിക്കത് കണ്ടപ്പം ലൈക്ക് സത്യം പറഞ്ഞ നോ കമന്റ്സ് എന്ന് പറയണം. ബട്ട് അറ്റ് ദ സെയിം ടൈം അറ്റ് ദ സെയിം ടൈം ഓക്കെ, അപ്പം എന്തോ പറയാനുണ്ട്. പക്ഷേ എനിക്കൊന്നും പറയാനില്ല. അത് ചിന്തിച്ചതാണ്. അതായത് ഞാൻ എന്ത് പറയണം? ഓക്കെ, ഞാനും രേണുസുതിയെ വെച്ച് കോണ്ടൻറ്റ് ചെയ്തതാണല്ലോ. ഞാൻ ചെയ്ത കോണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ ചാനൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ. ഞാൻ BGM-ഉം കട്ട്സും അങ്ങനത്തെ കുറേ ഇമോഷണൽ BGM-ഉം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്ത ഒരാളാണല്ലോ. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഉത്തരം പറയാൻ, അല്ലെങ്കിൽ ഉത്തരം പറയണ്ട. എന്തോ ഡബിൾ മൈൻഡിലിരുന്നതാ. പിന്നെ തലയ്ക്ക് എന്തോ പെട്ടെന്ന് കത്തിയപ്പോഴാണ് പറയാം എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. പിന്നെ ഇപ്പം ചിലർ വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷെ ഇപ്പൊ ഞാനത് പറയാൻ പാടില്ല, എന്നോട് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞിട്ടാണ് ഞാനൊരു പെർഫ്യൂം കൊണ്ടു കൊടുത്തത്. ഇപ്പം ഈ വീട്ടിൽ പോയി കണ്ട വ്യക്തി അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട വ്യക്തികൾ അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യാനില്ല, അവർ തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു തന്നെ ചെയ്യണം. ഇത് തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അങ്ങനെ എന്തായാലും എല്ലാവരുടെ പ്രാർത്ഥനയിലും എന്താ പറയാ, രേണുവിനെ ചേർത്ത് പിടിക്കാന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ചേർത്ത് പിടിക്കണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ തന്നെയാണ് പറഞ്ഞത് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ച് ചെയ്യണം. അത് ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ കുറേ കാര്യങ്ങൾ കണ്ട് അറിയിച്ച് ചെയ്തിട്ട് അത് കുറേ വീഡിയോ ആക്കിയിട്ട് ആ സാധനമല്ല ഞാൻ പറഞ്ഞത്. ഒരു വ്യക്തിയുടെ ഒരവസ്ഥയിൽ ആ വ്യക്തിക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ ഒരു കാര്യം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ രേണുസുതിയുടെ കേസിൽ എന്താണ് ഉണ്ടായത്? ഫസ്റ്റ് ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോ വന്നത് ഞാൻ കണ്ടത് ഭയങ്കര കരച്ചിലാണ്. അയ്യോ, ഒടുക്കത്തെ കരച്ചിൽ. അതിന് കമൻറ്റ് ബോക്സ് ഫുള്ള് ലക്ഷ്മി നക്ഷത്രയ്ക്കെതിരായിരുന്നു. എൻ്റെ ഓർമ്മയിലുള്ളത് ഞാനത് കോണ്ടൻ്റ് ആക്കിയിട്ടുണ്ട്. ഞാനത് ചോദിച്ചിട്ടുണ്ട്, ആ വ്യക്തിൻ്റെ ഇമോഷൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അവർക്ക് ചാനലിൽ കൊണ്ടുവന്ന് അതൊരു വീഡിയോ ആക്കി അല്ലെങ്കിൽ ആ രീതിക്ക് ചെയ്യാനുള്ള താല്പര്യം കൊണ്ടായി. അത് ആ വ്യക്തിയെ റിമെമ്പർ ചെയ്യുകയാണ്. സുധി എന്ന് പറഞ്ഞ വ്യക്തിയെ റിമെമ്പർ ചെയ്യുകയാണ്. അപ്പോൾ അവർക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് അത് അവരവിടെ പറഞ്ഞു. ഞാനതൊന്നും എടുത്ത് വെച്ച് ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. ഇതാണ് തുടക്കം. ലക്ഷ്മി നക്ഷത്രയുടെ തുടക്കം അവിടുന്നാണ്. സുധി കൊല്ലം രേണുസുതി എന്ന് പറഞ്ഞ കോണ്ടൻറ്റിൻ്റെ. അപ്പോൾ ഞാൻ അന്ന് വളരെ പേഴ്സണലായിട്ട്, എനിക്ക് ഈ നിങ്ങളുടെ സർക്കിളിലുള്ള ഒരുപാട് പേര്, കൊല്ലം സുധിയായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്മി നക്ഷത്രയെ പോലെ ബാക്കി ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അവരൊക്കെ അന്ന് ഞാൻ ഈ പറഞ്ഞ ലക്ഷ്മി നക്ഷത്രത്തെ സപ്പോർട്ട് ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് അവളെ അറിയില്ല, ഞങ്ങളൊക്കെ കൊല്ലം സുധീൻ്റെ ഫ്രണ്ട്സാണ്. ഇവൾ ഈ വന്ന് കാണിക്കുന്ന കണ്ണീരും ഈ വന്ന് ഒലിപ്പിക്കുന്ന ഈ സ്നേഹമൊന്നും അല്ല സുധി ജീവിച്ചിരുന്നപ്പോൾ റിയൽ ലൈഫിൽ ഇവൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇവളിതൊന്നും അല്ല. സുധിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത, ഒരുപാട് കാര്യങ്ങളിൽ ഒപ്പം നിന്ന ആളുകളാണ് ഞങ്ങൾക്കും വേണമെങ്കിൽ ഇതേപോലെ വന്ന് കരഞ്ഞ് ആളുകളുടെ മുന്നിൽ സെൻറ്റിമെൻറ്റ്സിന് വന്ന് ഇട്ട് കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഒരു സാധനം ക്രിയേറ്റ് ചെയ്തെടുക്കായിരുന്നു. അപ്പോൾ ഇവളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് എന്നോട് പേഴ്സണലി സംസാരിച്ച ഒരുപാട് പേരുണ്ട്. ഓക്കെ, എന്നിട്ടും എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്തായിരുന്നു അന്ന്,
നിങ്ങൾ എന്തിനും ബ്ലെയിം ചെയ്യണം? നിങ്ങളെ ചാനലുണ്ട്, മോണിറ്റൈസേഷൻ ഓണാക്കി അത് കരഞ്ഞ് അതിൽ നിന്ന് കാശുണ്ടാക്കി, അത് ബാക്കിയുള്ളവർക്ക് കാണുമ്പോഴാണ് അത് വിഷയം. പക്ഷേ ആസ് എൻ കോണ്ടൻറ് ക്രിയേറ്റർ, ആസ് എ യൂട്യൂബർ, അതൊരു കോണ്ടൻറ്റാണ് നിങ്ങൾ ചെയ്തു. എനിക്കതിനപ്പുറം നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യേണ്ടിയിരുന്നില്ല. ഈ തുടക്കത്തിൽ നിന്നാണ് ഞാൻ രേണു സുധി, ലക്ഷ്മി നക്ഷത്ര, കൊല്ലം സുധി ഈ ലൂപ്പിലേക്ക് ഞാൻ എൻ്റർ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ ക്രിട്ടിസൈസ് അല്ല ചെയ്തത്. ഞാൻ നിങ്ങളെ നിങ്ങൾ എന്തിനു പറയണം, കമൻറ്റ് ബോക്സ് എന്തിന് ഇത്ര ഹെയ്റ്റ് കൊടുക്കണം എന്നുള്ള സാധനം ചോദിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഇത് കഴിഞ്ഞു വന്ന നിങ്ങളുടെ വീഡിയോ. ഓക്കെ, അപ്പം ഞാനൊരു പ്രവൃത്തി എനിക്ക് തോന്നിയിട്ട് ഞാൻ ചെയ്തു. ഓക്കെ, എനിക്ക് തോന്നിയിട്ട് ആ പ്രവൃത്തി കണ്ടിട്ട് അവരുടെ ഈ അവസ്ഥയിൽ ആരെങ്കിലും, ഞാൻ നാട്ടിലുള്ള എല്ലാവരോടും അല്ല പറഞ്ഞത്, വീഡിയോസ് ചെയ്ത ആരെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യവും പറഞ്ഞത്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ കൊല്ലം സുധി വീഡിയോ ഇട്ട് കരഞ്ഞതിന് ശേഷം ഞാൻ കണ്ടത് ഒരുപാട് വീഡിയോസാണ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളിതൊരു പെർഫ്യൂമിൻ്റെ കാര്യം മാത്രം പറഞ്ഞിട്ടാണ് ഈ ഓൺലൈൻ ചാനലുകാരോട് സംസാരിച്ചത്. പക്ഷേ നിങ്ങൾ അന്ന് ചെയ്ത വീഡിയോയിൽ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു റീസൺ എന്താ അറിയോ? നിങ്ങളിത് ചെയ്യാൻ പാടില്ല, നിങ്ങളവിടെ പോകാൻ പാടില്ല, അവർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്നുള്ളത് ലോകത്തിന് അറിയിക്കാൻ പാടില്ല എന്നായിരുന്നില്ല. എൻ്റെ വീഡിയോ കണ്ടവർക്ക് ഇന്ന് കൃത്യമായിട്ട് അറിയാം. ഞാൻ അന്ന് പറഞ്ഞത് എന്താ, നിങ്ങളവിടെ ചെന്ന് സ്ലോ മോഷനിൽ അവരെ കണ്ണീര് സൂം ചെയ്യുന്നു, 4 ആംഗിളിൽ 4 ക്യാമറ വയ്ക്കുന്നു, അതിനൊരു എഡിറ്റിംഗ് പാറ്റേൺ ഉണ്ടാക്കുന്നു, അതിൽ BGM ഇട്ട് തള്ളുന്നു. രേണു സുധി സംസാരിക്കുമ്പോൾ റെഫറൻസ് പോലെ കൊല്ലം സുധിയുടെ മറ്റേ മാല ഇട്ട ഫോട്ടോയുടെ മുകളിലേക്ക് സൂം ചെയ്തു പോകുന്നു. ആ BGMൻ്റെ ഓവർഡോസ്, ആ ഇമോഷൻ്റെ ഓവർഡോസ്, അത് നിങ്ങൾ സെല് ചെയ്ത രീതി, മോണിറ്റൈസേഷൻ ഓണാക്കിയിട്ടല്ലേ ചേച്ചി സെല് ചെയ്ത്, അല്ലാതെ ചേച്ചി അത് മോണിറ്റൈസേഷൻ ഓഫാക്കി വെച്ച് ചെയ്ത പരിപാടിയൊന്നുമില്ലല്ലോ. ആ ചേച്ചി ഇപ്പോൾ വന്നിരുന്നിട്ട് കൊള്ളാം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്തും കൂടി കേട്ടിട്ട് പറയാം. അതേപോലെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മള് ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കാൻ മാത്രമാണ് അയാളെ പറ്റി നല്ല കാര്യം. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, രേണുവിനെ പോയി കണ്ടവരെല്ലാം ഒരു പെർട്ടിക്കുലർ ചാനലിൽ അപ്പം തന്നെ അപ്പിയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ അതൊരു പെർട്ടിക്കുലർ ചാനലിൽ മാത്രമാണ്, ഈ രേണുവിനെ പോയി കണ്ടവർ മാത്രം ചില പെർട്ടിക്കുലർ ചാനലുകളിൽ മാത്രം വീഡിയോസ് വരുന്നു, അങ്ങനെയൊക്കെ. അത് ഈ ചേച്ചി പോണ ഇനാഗുറേഷനിലൊക്കെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓൺലൈൻ മീഡിയാസ് മാത്രം ചേച്ചി വരുന്നത്. എന്താ കാര്യം? അതിന് ഉത്തരം എന്ന് പറഞ്ഞുതരൂ. ചേച്ചി പോകുന്ന ഉദ്ഘാടനത്തിനും ചേച്ചി അറ്റൻഡ് ചെയ്യുന്ന പരിപാടികൾക്കും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓൺലൈൻ മീഡിയാസ് മാത്രം വരുന്നു. അവർ കുറച്ച് പെർട്ടിക്കുലർ ടാർഗറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുന്നു. എന്താ നക്ഷത്ര ചേച്ചി അങ്ങനെ ആയിപ്പോയത്? അതിന് ഉത്തരമുണ്ടോ? അതൊന്ന്. 2, ഒരു പെർട്ടിക്കുലർ ചാനലിലേക്ക് പോകുന്നു എന്ന് ചേച്ചി പറഞ്ഞു. ഈ ചാനലാണ് രേണു സുധിയുടെ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് എടുത്തിട്ടുള്ളതും ക്ലോസ് ആയി നിൽക്കുന്നതും ആ ചാനലാണ്. ആ ചാനൽ എന്ന് പറഞ്ഞ ആളുകൾ വളരെ വ്യക്തമായിട്ട് രേണു സുധിയുടെ ലൈഫിൽ എന്ത് നടക്കുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഓഡിറ്റ് വെക്കുന്നുണ്ട്. രേണു സുധി അവർക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട്. ഫൈൻ. അപ്പോൾ ആ ചാനലും രേണു സുധിയും തമ്മിൽ സംതിങ് എന്തെങ്കിലും കാണുമായിരിക്കും. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യമാണ് ചേച്ചി എടുത്ത് പറഞ്ഞെങ്കിൽ, ഞാനെങ്ങനെ ഇൻ്റർവ്യൂസ് വാരി വെതറി കൊടുക്കുന്ന ഒരാളൊന്നുമല്ല, അതെല്ലാവർക്കും അറിയാം. പിന്നെ കൊടുക്കുന്ന ഇൻ്റർവ്യൂസ് ഒന്നും കാശ് മേടിച്ച് കൊടുക്കുന്ന ഇൻ്റർവ്യൂ അല്ല. നോട്ട് ദ പോയിൻറ്റ്. ഞാൻ എവിടെയും ഒരു ഇൻ്റർവ്യൂവിനും ഇങ്ങോട്ട് കാശ് മേടിച്ചിട്ടില്ല. ഫ്രീ ആയിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ ഇൻ്റർവ്യൂസിനും ഞാൻ പോയിരിക്കാറ്. ബിക്കോസ് ഞാനിവിടെ ബാക്കി ഇൻ്റർവ്യൂ ചാനൽസിൻ്റെ ഒക്കെ കോണ്ടന്റ് എടുത്ത് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം ഞാനൊരു ചാനലിൽ പോയിരിക്കുമ്പോൾ ഞാൻ എന്തിനും കാശ് മേടിക്കേണ്ട ആവശ്യം? ബിക്കോസ് ഞാൻ നാളെ അവരുടെ ഏതെങ്കിലും ഒരു കോണ്ടന്റ് എടുക്കും, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ ഒരു ചാനലിൽ ഇൻ്റർവ്യൂവിനാണ് പോക്കുക. അതും കൊല്ലത്തിൽ 2-3 ഇൻ്റർവ്യൂ നിങ്ങൾ എൻ്റെ കണ്ടാലായി, അത്രയേ ഉള്ളൂ. എനിക്ക് ഇൻ്റർവ്യൂസ് വരാനായിട്ടൊന്നുമില്ല, ഇഷ്ടം പോലെ വരാറുള്ളൂ. ഓരോ കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോഴും ചാനൽ എന്നൊക്കെ വിളിയോ അതുപോലെ എന്നെ വിളിച്ചൊരു ചാനലാണ് വരും. ഓക്കെ, ഞാൻ ഈ ദിവസം അവിടെ എത്തി എന്നുള്ളത് അവരറിഞ്ഞ രീതി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായപ്പോഴേ ഞാൻ വിചാരിച്ചത് ഓക്കെ, സോ ദേ നീഡ് ദിസ്, എന്നാൽ അതവിടെ പോകും. ഞാൻ അവരോട് വളരെ കൃത്യമായിട്ട് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് വെറും രേണു സുധി റിലേറ്റഡ് ടോപ്പിക്ക് ചോദിച്ചാൽ ഞാൻ വരില്ല. ഫൈൻ, അത് നിങ്ങൾക്ക് ഒരു ഇത്തിരി എന്താണെന്ന് അത് ഞാൻ ഫുള്ള് വിട്ട് പറഞ്ഞിട്ടില്ല ഒന്നും. ഞാനത് പറഞ്ഞു തീർത്തു, ഞാൻ പോന്നു, ദാറ്റ്സ് ഇറ്റ്. അത് ആ ഇൻ്റർവ്യൂവിൻ്റെ ആകെ ഇത്ര പോർഷനായിരിക്കും. ബാക്കിയെല്ലാം ഞാൻ എൻ്റെ പേഴ്സണലി അല്ലെങ്കിൽ എൻ്റെ ബാക്കി കണ്ടന്റ്, എൻ്റെ ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടുള്ള കാര്യങ്ങളാണ്. ഫൈൻ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായൊരു കാര്യം പറയാം.
നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് ഇതിട്ട് അരി വാങ്ങിക്കുക എന്നുള്ളൊരു സാധനം ഞങ്ങളെയും കൂടി പഠിപ്പിച്ചു തന്നതാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. ബിക്കോസ് നിങ്ങൾ ഉദ്ദേശിച്ചത് അതായിരിക്കും. ഇതെടുത്ത് കൊണ്ടുവന്ന് നിനക്ക് നിൻ്റെ ചാനലിൽ ഇട്ടുകൂടായിരുന്നു, എനിക്കിടാമായിരുന്നു. ചേച്ചി അതാണല്ലോ ചെയ്തത്. ലക്ഷ്മി നക്ഷത്ര ചേച്ചി ചെയ്തത് ഇതൊക്കെ സ്വന്തം ചാനലിൽ ഇട്ടിട്ട് മില്യൺ വ്യൂസ് ഉണ്ടാക്കിയിട്ട് അത് അരി മേടിക്കേണ്ടായ. പക്ഷേ അല്ലല്ലോ ഞാൻ, എൻ്റെതും അങ്ങനെ അല്ലല്ലോ. വിശ്വസിച്ച് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നില്ല. അത് ഞാൻ ഉറപ്പിച്ചതാണ്, ഞാൻ ചെയ്യൂല എന്നുള്ളത്. ഓക്കെ. ആൻഡ് എനിക്ക് ഇൻ്റർവ്യൂസ് കൊടുക്കാനായിരുന്നെങ്കിൽ നടന്ന് കൊടുക്കായിരുന്നു. ഇന്ന ടൈമിൽ വിളിച്ച ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചേച്ചി ചെയ്ത പോലെ ഞാൻ ചെയ്യില്ല. ചേച്ചി ചെയ്ത എന്തൊക്കെയാണെന്ന് ചേച്ചിക്ക് ഞാൻ ഓർമ്മിപ്പിച്ച് തരട്ടെ. ചേച്ചി ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേച്ചി ആദ്യം എൻ്റെ സുധിച്ചേട്ടനെ കുറിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടുന്നു. 3.9 മില്യൺ വ്യൂസ്. അതിൻ്റെ മോണിറ്റൈസേഷൻ ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളതൊന്ന് ഇപ്പോൾ ലക്ഷ്മി നക്ഷത്ര ചേച്ചി പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. അതിന് എത്ര റവന്യൂ വന്നു എന്നുള്ളത്. ഓക്കെ, അത് നന്നായിരിക്കും. ചോദിക്കുന്നതിനൊരു കാരണം, ഒരു കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നിങ്ങളുടെ ചാനലിൽ തന്നെ സെക്കൻഡ് മോസ്റ്റ് വ്യൂവർഷിപ്പുള്ള വീഡിയോ. പിന്നെ ഞാനിവിടെ ഇങ്ങനെ താഴെ കൊടുക്കാം. താഴെ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേച്ചി ഈ വിഷയത്തിൽ ചെയ്ത ബാക്കി വീഡിയോസാണ്. ഓക്കെ, ഇതിലിപ്പോൾ ഒരു 6-7 വീഡിയോ ആണ്. ഈ വീഡിയോസൊക്കെ നിങ്ങൾ നോക്കണം. ഇതൊക്കെ എബോവ് 1 മില്യൺ വ്യൂസ് ഉള്ള വീഡിയോസാണ്. എബോവ് 1 മില്യൺ വ്യൂവർഷിപ്പ്, അതായത് 10 ലക്ഷത്തിൽ കൂടുതൽ വ്യൂവർഷിപ്പുള്ള വീഡിയോസാണ് ഇത് മൊത്തം. അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു എത്ര ലക്ഷം വ്യൂ ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു 10 ലക്ഷം അടുപ്പിച്ചോ അല്ലെങ്കിൽ 10 ലക്ഷത്തിൽ കൂടുതലോ വ്യൂവർഷിപ്പ് നിങ്ങൾ മൊത്തം രേണു കൊല്ലം സുധി കോണ്ടൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ വീഡിയോസും ഒരു 30 മിനിറ്റ്സ് എബവ് ഉണ്ട്. ഒരു വീഡിയോ മാത്രം കൊല്ലം സുധിച്ചേട്ടനെ കുറിച്ച് എന്ന് പറഞ്ഞ വീഡിയോ മാത്രം 10 മിനിറ്റ്, ബാക്കിയെല്ലാം 30 മിനിറ്റ്സ് ആൻഡ് എബവ് ഉള്ള വീഡിയോസാണ്. ഓക്കെ, ഇതിനൊക്കെ ഈ മോണിറ്റൈസേഷൻ ഓണല്ലേ, പച്ച കത്തുന്നത് ഡോളർ കിട്ടുന്ന പരിപാടി ഓണല്ലേ, ഇതിനൊക്കെ മിഡ് ആഡ് സെറ്റാണ്. കാരണം ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് അറിയാം ബ്രേക്ക് ചെയ്ത് പോണത് എങ്ങനെയാണ്. അപ്പോൾ ഇത്രയും വീഡിയോസ് ബൾക്ക് എമൗണ്ട് ഓഫ് റവന്യൂ ഉണ്ടാക്കിയൊരു വ്യക്തിയാണ് നിങ്ങൾ. ഞാൻ മോശം കുറ്റമല്ല പറയുന്നത്, നിങ്ങളും ഇതേപോലെ റവന്യൂ ഉണ്ടാക്കിയൊരു വ്യക്തിയാണ്. ഞങ്ങൾ ഓരോ ചാനലുകാരും അതേ ടൈമിൽ ആ രേണുസുധി കോണ്ടന്റുകൾ നിന്ന സമയത്ത് ചെയ്തതും ഇതേ കാര്യങ്ങൾ തന്നെയായിരുന്നു. നിങ്ങൾ ചെയ്ത രീതിക്കല്ല നമ്മൾ ചെയ്തതെന്നുള്ളത്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ നിങ്ങളും നമ്മളും ചെയ്തത് ഒരേ കാര്യമായിരുന്നു അല്ലേ? കണ്ടൻ്റാണ്, അത് കണ്ടൻ്റാക്കി. ഞങ്ങൾ രേണുസുധി പബ്ലിക്കിലേക്ക് കൊടുത്ത അല്ലെങ്കിൽ ബാക്കി ചാനൽസ് ഇട്ട സാധനങ്ങളിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കി, നിങ്ങൾ അവിടെ പോയി കണ്ടന്റ് ഉണ്ടാക്കി. ഇതാണ് അതിൽ മാറ്റമുള്ളത്. പക്ഷേ ഇപ്പോൾ ലക്ഷ്മി നക്ഷത്ര ചാനലുകളോട് സംസാരിക്കുമ്പോൾ പെർഫ്യൂം കൊടുത്തതിന് ക്രിട്ടിസൈസ് ചെയ്തു എന്നാണ്. ഇവിടെ പെർഫ്യൂം കൊടുത്തതിനല്ല, മനസ്സിലായോ? അതിനല്ല നിങ്ങൾക്ക് ക്രിറ്റിസിസം കിട്ടിയത്. നിങ്ങൾ ഈ റൂട്ട് മാറ്റി വിടല്ലേ ലക്ഷ്മി നക്ഷത്ര. നിങ്ങൾക്ക് ക്രിറ്റിസിസം കിട്ടിയത് എന്തിനാ? നിങ്ങൾക്ക് ക്രിറ്റിസിസം കിട്ടിയത് നിങ്ങളുടെ ഈ പറഞ്ഞ ഓവർ എക്സ്പ്ലോയിറ്റേഷനാണ്. എക്സ്പ്ലോയിറ്റ് ചെയ്തു നിങ്ങൾ ഡയറക്റ്റ് ചെന്നിട്ട്, ഇൻഡയറക്റ്റ് അല്ല ഡയറക്റ്റ് ചെന്നിട്ട്. സാഡ് BGM, കണ്ണീര് സൂം ചെയ്യൽ, ഫോട്ടോ ഫോക്കസ് ചെയ്യൽ, ഈ പരിപാടികൾ കാണിച്ചിട്ട് അതിനാണ് ക്രിട്ടിസൈസ് ചെയ്തത്. എനിക്ക് ഓർമ്മയുണ്ട് 2 വീഡിയോ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തപ്പോഴത്തേക്കും 3ാമത്തെ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ BGMൻ്റെ ഡോസ് കുറവായിരുന്നു. പല സ്ഥലങ്ങളിലും BGM ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം അതിനാണ് ചേച്ചിക്ക് അന്ന് എയർപോക്ക് കിട്ടിയതും ക്രിറ്റിസിസം വന്നത്. പിന്നെ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. ഇവർ സ്റ്റാർട്ട് ചെയ്തത് ഈ പറഞ്ഞ ഷിയാസ് കരീമിനെ, എനിക്ക് തോന്നുന്നു ഒരാളുടെ വീട്ടിലേക്ക് കയറി പോയത് ആദ്യം ഷിയാസ് കരീമിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അത് അന്ന് ഷിയാസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പൊന്നാളിയാ വൻ സീനായിരുന്നു. കാരണം ഇവളും ഞാനും കല്യാണം കഴിക്കുമെന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു നാട്ടുകാർ. എൻ്റെ വീട്ടിൽ വരുവും തട്ടടലും തട്ടം കെട്ടിയിലും അങ്ങനെയാണ് ആ പാറ്റേൺ പിടിച്ചത് നിങ്ങൾ. പിന്നെ അവിടുന്ന് നിങ്ങൾ ഒരുപാട് പേർക്ക്, ഇപ്പോൾ രേണുസുധി ആണെങ്കിലും ഇപ്പോൾ റീസെൻ്റ്ലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ഉല്ലാസ് പന്തളത്തിന് നിങ്ങളൊരു ഉദ്ഘാടനം റെഡിയാക്കി കൊടുക്കുന്നു, അവരെ വെച്ച് വ്ളോഗുകൾ ചെയ്യുന്നു. അതിനു മുന്നേ സലീം കോടത്തൂർ, അതിനല്ല അദ്ദേഹത്തിൻ്റെ പേര് ആണ്, അദ്ദേഹത്തിൻ്റെ മകള്, പേര് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യണം, ഹന്ന എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ അവിടെ പോകും. അങ്ങനെ അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാട്ടോ. പക്ഷേ ഈ ഉല്ലാസ് പന്തളത്തിൻ്റെ കേസൊക്കെ റീസെൻ്റ്ലി ആണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു സഹായിക്കുന്ന പാറ്റേൺ അല്ലെങ്കിൽ ഒരാളെ സഹായിക്കാൻ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്.
ഇതുപോലെ നിങ്ങൾ അവിടെ ചെല്ലുന്നു, നിങ്ങൾ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നു, നിങ്ങളെ കണ്ടൻറ്റിൽ നിന്ന് നിങ്ങൾ മേ ബി സഹായിക്കുന്നുണ്ടാവും, നല്ല കാര്യം, സഹായിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ സഹായിച്ചിട്ടും ഉണ്ടാവും. ഓക്കെ, പിന്നെ ആ സിറ്റുവേഷൻ പുറത്ത് അറിയിക്കാനുള്ള നിങ്ങളുടെ ഒരു മെത്തേഡ് ഇതായിരിക്കും. ദാറ്റ് ഓൾസോ ഞാനതൊന്നും ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഞാൻ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തത് ഈ സഹായങ്ങൾ ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുകളിലായിരുന്നില്ല. ഓക്കെ, ഞാൻ നിങ്ങളോട് അന്നും ഇന്നും പറഞ്ഞത് ആ ചെയ്ത വീഡിയോസിൻ്റെ പാറ്റേൺ, ഫോർമാറ്റ്, അതിൻ്റെ മേക്കിംഗ്, ആ സാധനം എന്ന് പറയുന്നത് അതൊരുമാതിരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യായിരുന്നു. അവരുടെ കണ്ണീര്, അവരുടെ സിറ്റുവേഷൻ, അവരുടെ സാഡ്നെസ്. കാരണം BGM വിട്ടടിക്കുന്നു, സൂം ഇൻ സൂം ഔട്ട്, ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാണ്, ഇവരെ രേണുവിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്നു, സുധി ബാക്കിൽ സുധിയുടെ ഫോട്ടോ മാലിട്ട് വെക്കുന്നു. അതായിരുന്നു ആ സാഡ് BGM ഒക്കെ ഇട്ട് ആ സാധനങ്ങളായിരുന്നു അന്ന് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടത്. ഓക്കെ, പിന്നെ ഞാൻ റവന്യൂവിൻ്റെ കാര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം എൻ്റെ ചാനലിലിപ്പോൾ രേണു സുധിയുടെ വീഡിയോസ് ഞാൻ പറഞ്ഞു 48, കഴിഞ്ഞൊരു വീഡിയോ കൂടി കൂട്ടിയാൽ 49 വീഡിയോ കാണും. ഞാൻ രേണു സുധിയെ സഹായിക്കാം, അല്ലെങ്കിൽ എനിക്ക് സഹായം എന്നല്ല, എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന്, ഞാൻ നിങ്ങൾ വാക്കെടുത്ത് കൊണ്ടുവരുത്, എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് തോന്നിയ ഒരു സന്തോഷത്തിന് ഞാൻ, അല്ലെങ്കിൽ എൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ ചെയ്തൊരു കാര്യം. ആ ഒരു വീഡിയോ കൂടിയും കൂട്ടിയാൽ 49 വീഡിയോ ആയി കാണും. ഓക്കെ, അതിന്ന് കിട്ടിയൊരു എമൗണ്ട് എന്ന് പറയാം. പക്ഷെ നമ്മളിപ്പോൾ ഞാൻ പലരും വീഡിയോ ഇത് കണ്ടു അവർക്കൊന്നും അത്ര വ്യൂവർഷിപ്പ് ഇല്ല, അത്ര എമൗണ്ട് കിട്ടിയില്ല. ശരിയാണ്, ഫാക്റ്റാണ്. കാരണം കുറേ വീഡിയോ ചെയ്തവരുണ്ട്, അവർക്കൊന്നും ഈ പറഞ്ഞ ഒരു വ്യൂവർഷിപ്പ് ഇല്ലാത്തത് കൊണ്ടും ചാനലിൻ്റെ RPM ഡൗൺ ആയതുകൊണ്ടും മേ ബി അവർക്ക് ചിലതൊന്നും പച്ചേനെ അടിച്ചിട്ടുണ്ടാവും, ചിലതൊക്കെ മഞ്ഞയായിരിക്കും, അതുകൊണ്ട് ഡോളറും കിട്ടിക്കാണില്ല. ഓക്കെ, അങ്ങനത്തെ സൈഡൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പം എൻ്റെ വീഡിയോയിൽ എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ രേണു സുധി കോണ്ടൻറ്റ് ചെയ്തപ്പോൾ 300K ആയിരിക്കും എനിക്ക് ടോപ്പ് കിട്ടിയ വ്യൂവർഷിപ്പ്. 300K അല്ലെങ്കിൽ 200K എൻ്റെ ചാനലിൽ നിങ്ങൾ നോക്കിയാൽ മതി. ആ വീഡിയോൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാലും ആ ലെങ്ത്തും അത്ര കുറവുള്ള സാധനങ്ങളാണ്, അത്ര വലിയ കൂടിയ ഐറ്റം, ലൈക്ക് എന്താ പറയുക, ഒരു മില്യൺ സാധനമല്ല നിങ്ങളീ കിടക്കുന്ന പോലെ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മില്യൺ വ്യൂവർഷിപ്പ് ഈ പറഞ്ഞൊരു പാറ്റേണിൽ ഉണ്ടാക്കിയിട്ട് അത് വേറെ രസമുണ്ട്. ഈ സാധനം നിങ്ങൾ ലൈക്ക് നിങ്ങളത് കോണ്ടന്റ് ആക്കി ആ സാധനം വിൽപ്പനയാണ് എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്തത്. കാരണം മില്യൺ അടിക്കുന്നു, ട്രെൻഡിങ് കൊണ്ടുവരുന്നു, മില്യൺ അടിക്കുന്നു, ട്രെൻഡിങ് ആണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നു. ഇവിടെ സ്വന്തം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊണ്ടുപോയിടുകയാണ്. യെസ്, ട്രെൻഡ് നമ്പർ 1. ഇതിവിടെ അല്ല, അക്രോസ് ഓൾ ദ പ്ലാറ്റ്ഫോംസ്, ഓൾ ദ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. എവിടെയൊക്കെ ഉണ്ടോ ലക്ഷ്മി നക്ഷത്രയുടെ പ്രൊഫൈൽ അവിടെയൊക്കെ ഉണ്ട് ഈ സാധനം. യെസ്, വി ആർ ട്രെൻഡിങ് ഇൻ യൂട്യൂബ് നമ്പർ 1. യെസ്, സുധിക്ക് പെർഫ്യൂം, യെസ്, സുധിച്ചാൻ്റെ വീട്, യെസ്, രേണു സുധിക്ക് അറിയുന്നു, യെസ്, ട്രെൻഡിങ് നമ്പർ 1. ഇത് കണ്ടപ്പോഴാണ് ക്രിട്ടിസൈസ് ചെയ്തത് ചേച്ചി, അല്ലാതെ ചെയ്യരുത്, കൊടുക്കരുത്, കൊടുത്തത് തെറ്റായി, മോശമായി എന്നല്ല പറഞ്ഞത്. മനസ്സിലായോ? ഇനി നിൽക്ക്, ഇനി അതവിടെ ഒരു സൈഡിലാവട്ടെ. ബാക്കി പറഞ്ഞതും കൂടിയും കേട്ടിട്ട് ഇനി ബാക്കി പറയാം. ആയിരുന്നു അയാൾക്ക് വീട് വെച്ച് കൊടുക്കണമായിരുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഞാനേ സുധിച്ചേട്ടനെ കല്ലറയിലേക്ക് എടുക്കുന്ന സമയത്ത്, നമ്മൾ കാറിൽ കയറിയ സമയത്ത് ഞാൻ നമ്മുടെ കൊളീഗ്സിന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത്ര നാളും ഇതേ വ്യക്തി ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ഇനോഗ്രേഷൻ അദ്ദേഹത്തിന് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പരിപാടിക്ക്, അതായത് സ്റ്റേജ് ഷോസ് അല്ലാട്ടോ ഞാൻ പറയണേ, കാരണം അന്നത്തെ ഒരു ദിവസം മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ നുള്ള എല്ലാ ആക്സെപ്റ്റൻസും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത്രയധികം ജനക്കൂട്ടമായിരുന്നു അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷെ അതിന് അദ്ദേഹം മരിക്കേണ്ടി വന്നു. നല്ല നല്ല അവസരങ്ങൾ അദ്ദേഹത്തിന്റെ ടാലന്റിനകത്ത് അദ്ദേഹത്തിന് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ തന്നെയാ പറയാനുള്ളത്. ലക്ഷ്മി നക്ഷത്ര, നിങ്ങൾ എന്താ പറയുന്നത്? ഇവിടെ ഒരുപാട് പേര് അങ്ങനെ ഉണ്ട്, മനസ്സിലായോ? ഒരുപാട് പേരുണ്ട്, ഒരുപാട് ലൈഫ് ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾ ബാക്കിയുള്ളവരെ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ സീരിയസ്ലി ലക്ഷ്മി, നിന്നെ പോയിന്റ് ഔട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഉണ്ട്. പക്ഷെ അവർ ചെയ്യാത്ത എന്താ അറിയോ? നിന്നെ പോലെ വന്നിരുന്ന് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ പബ്ലിക്കിന് മുന്നിൽ ഇതേപോലെ ഒരു ചാനലിൻ്റെ മുന്നിൽ വന്നിരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. നീ ഈ ചോദ്യം ചോദിച്ചുല്ലോ, അയാൾക്ക് സഹായിക്കാൻ, വീട് വെച്ച് കൊടുക്കാൻ, അയാൾക്കൊരു അവസരം മേടിച്ചു കൊടുക്കാൻ ആളുണ്ടായിരുന്നു. ആ വ്യക്തിയെ പേഴ്സണൽ ലൈഫിൽ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഒരുപാട് കൈയഴിഞ്ഞ് സഹായിച്ച വ്യക്തികൾ സൈലൻ്റ് ആയിരുന്നു ആ ടൈമൊക്കെ. ഇപ്പോഴും സൈലൻ്റ്, അവർ അന്നും സൈലൻ്റാണ്. അവർ ഞെട്ടിയത് ലക്ഷ്മി നക്ഷത്രം വന്ന് കരഞ്ഞപ്പോഴാണ്. തംനെയിലൊക്കെ സെറ്റാക്കി ലക്ഷ്മി നക്ഷത്രം വന്ന് മില്യൺ വ്യൂസ് വന്ന് കരഞ്ഞു. തംനെയിൽ സെറ്റാക്കുന്നു, ക്യാമറ സെറ്റാക്കുന്നു, യെസ് ആക്ഷൻ റെഡി എന്ന് പറയുന്നു, BGM ഇടുന്നു, സ്ലോ മോഷൻ വെക്കുന്നു, ഫ്രെയിം സെറ്റാക്കുന്നു. ഈ സാധനം ഒരു 4-5 വ്ളോഗും കൂടി വന്നപ്പോൾ അവർ ശരിക്കും എന്താടാ വിളി എന്നുള്ളത് അവർ ചിന്തിച്ചു പോയിട്ടുണ്ട്.
അതുകൊണ്ട് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ലക്ഷ്മി നക്ഷത്രം ചോദിക്കേണ്ട, മനസ്സിലായില്ലേ? ലക്ഷ്മിക്ക് ചെയ്യാനുള്ളത് ലക്ഷ്മി ചെയ്യുക, അവർ ചെയ്യാനുള്ളത് അവരും ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. ആ ടൈമിൽ ഞാൻ കുറച്ച് ആൾക്കാരുണ്ട്, അവരൊന്നും എനിക്കറിയാം, അവർ പുറത്ത് വന്ന് പറയുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല, ഇപ്പോഴൊന്നും അവർ പറയില്ല, പറയേണ്ട ആവശ്യമില്ല, പറയണ്ട. ഞാൻ പറയുന്നത് അവരാരും പറയണ്ട, പക്ഷെ ഞാൻ കേട്ടത് ഞാൻ പറഞ്ഞതാണ്. അതൊക്കെ 1 to 1 ഞാൻ കേട്ട, ഹിയർസേ ഒന്നുമല്ല. ഓക്കെ, ഒന്നും ഒരാളിലേക്ക് ഒരു സംഗതി എത്തുക എന്നുള്ളത് അയാളുടെ ഹാർഡ് വർക്ക് പ്ലസ് അയാൾക്കുള്ളൊരു ഡെസ്റ്റിനി എന്ന് പറയാൻ പറ്റില്ല, ഒരു കൈൻഡ് ഓഫ് ഫാക്ടറാണത്, ലൈഫിൻ്റെ ഒരു ഫാക്ടറായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യുക, ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ വരും, അപ്പോൾ ക്യാഷ് ഇൻ ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ചില ജീവിതങ്ങളുണ്ടാവും അവർക്ക് ഭയങ്കര ടാലൻറ്റഡ് ആയിരിക്കും, ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ അവരുടെ കാലശേഷമായിരിക്കും അവരുടെ ടാലൻറ്റ് ആളുകൾ തിരിച്ചറിയുന്നതും അയ്യോ എന്ന് പറയുന്നതും. സോ ദാറ്റ് ഹാപ്പൻസ് ഇൻ ലൈഫ്. ഓക്കെ, ഇനി അടുത്തത്. ഇപ്പം ഇതിനു മുമ്പ് രേണുവിന്റെ നെഗറ്റീവ്സ് പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതെല്ലാം നേരെ മാറി. പക്ഷെ ഈ കമന്റ് ഇടുന്നവരും നെഗറ്റീവായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നവരും ചിന്തിക്കണേ, അതിപ്പം ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും അത് അവരുടെ ജാതകത്തിൽ ഉണ്ടാവും. നമ്മൾ ഇടയ്ക്ക് ഏറെ പോകേണ്ടി വരും, ഇടയ്ക്ക് താഴെ പോകേണ്ടി വരും. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഒരാളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മോശം വീഡിയോ ചെയ്യോ? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരാളാണെങ്കിൽ മാക്സിമം എങ്ങനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാന്നേ നമ്മൾ നോക്കുകയുള്ളൂ. പക്ഷെ അല്ലാതെ ഇപ്പം ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ അത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അതൊരാള് എന്ത് കമന്റ് വേണമെങ്കിലും പറയാം, എന്ത് കമന്റ് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം, എന്റെ ഐഡന്റിറ്റി ഒന്നും വരില്ലല്ലോ. ഈ 10 ഫേക്ക് അക്കൗണ്ട് കൊണ്ട് നടക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ ഒരു ആപത്ത് വന്നാലേ അതിന്റെ വേദന എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ. നമ്മുടെ വീട്ടിൽ ഒരാളെ കുറ്റം പറഞ്ഞാൽ മാത്രമാണ് നമുക്കത് പൊള്ളുള്ളൂ. അത്രേ പറയാനുള്ളൂ. ഒരാളെ കുറ്റം പറഞ്ഞാൽ പൊള്ളുന്നുള്ളത് അവനാരും മനസ്സിലാക്കുക, അതൊരു കാര്യം. ഇപ്പം ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അതായത് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസിൽ നിന്ന് ഒരുപാട് പേർക്ക് ചിലപ്പോൾ സീനുകൾ ഉണ്ടാവാം. കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിനെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ പലരും വന്ന് കമൻറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയെ ഹേർട്ട് ചെയ്യാം. ബട്ട് ദിസ് ഈസ് എന്താ പറയുക, ജോബ്. ഞങ്ങൾക്കത് ജോബാണ്, നമ്മൾ ആ ജോലി ചെയ്യുന്നു. കമൻറ്റ് ബോക്സിലുള്ളവർ റെസ്പോൺസിബിൾ ആവണോ വേണ്ടെന്നുള്ളത് ആ കമൻറ്റ് ഇടുന്നവൻ്റെ എന്താ പറയുക പേഴ്സണാലിറ്റി അനുസരിച്ചിരിക്കും. ഓക്കെ, അതിലിപ്പോൾ പ്രത്യേകിച്ച് ഏത് രീതിയിൽ, അല്ലെങ്കിൽ പിന്നെ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ കമൻറ്റ്സ് കണ്ട് ഡിലീറ്റ് ചെയ്ത് കളയണം. ഓക്കെ, എനിക്കൊക്കെ ചിലർ പേഴ്സണലി റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, ഞാൻ ചില കമൻറ്റ്സൊക്കെ ഡിലീറ്റ് ചെയ്യാറുണ്ട്. ചിലത് അവർ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആരെ വീഡിയോ ആണോ ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഏത് വ്യക്തിയാണോ ഇൻവോൾവ് ആയാൽ അവർക്ക് ചിലപ്പോൾ കമൻറ്റ് ബോക്സ് ഞാൻ പറഞ്ഞതിൽ പ്രശ്നം ഉണ്ടാവില്ല, ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ ആരെങ്കിലും കമൻറ്റ് ഇട്ടതിൽ അവർക്ക് കുഴപ്പമുണ്ടാവും, ഞാൻ റിമൂവ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എല്ലാവരും ഈ ഒരു സർക്കിളിനകത്തുള്ളവരെല്ലാം നല്ലതെന്ന് ഞാൻ പറയുന്നില്ല. പലരും വ്യൂസിന് വേണ്ടിയിട്ട് തംബ്നെയിൽ സെറ്റാക്കി മിസ്ലീഡിങ് ആയിട്ടുള്ള തംബ്നെയിലും മിസ്ലീഡിങ് ആയിട്ടുള്ള ടൈറ്റിലും അതുപോലെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റും ഉണ്ടാക്കിയിട്ട് ആ ഒരു ഒറിജിനൽ സാധനത്തിൽ നിന്ന് വളരെ മിസ്ലീഡിങ് ആയിട്ടൊരു സാധനം കൊടുക്കുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പക്ഷേ കമൻറ്റ് ബോക്സ് ഭയങ്കര മാനിപ്പുലേറ്റഡ് ആയിട്ട് കമൻറ്റ്സ് ഇട്ടിട്ടുള്ളത്. അവർ മാനിപ്പുലേറ്റ് ആവും ഈ മിസ്ലീഡിങ് തംബ്നെയിലും. ചിലർ തംബ്നെയിൽ മാത്രം നോക്കി കമൻറ്റ് ഇടുന്നവരുണ്ട്, വീഡിയോ പോലും കാണില്ല, തംബ്നെയിൽ മാത്രം നോക്കി കമൻറ്റ് ഇടും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ളവരുണ്ട് ഇതിനകത്ത്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഈ വിഷയം ഞാൻ തള്ളിക്കളയുന്നില്ല. ഓക്കെ, ഞാനിത് വേറെ സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ബാഡ് കമൻറ്റ്സ് വരുന്നതിൽ നമുക്ക് ഒരു കോൾ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ചില സാഹചര്യത്തിൽ. ചിലതൊക്കെ ഞാൻ കമൻറ്റോളികൾ എന്ന് പറഞ്ഞ് എടുത്ത് വെച്ച് വാർത്ത അടിക്കാറുണ്ട്, ഒരാവശ്യമില്ലാതെ പോയിട്ട് തൊട്ട കമൻറ്റ് ഇടുന്ന ഐറ്റങ്ങൾ. കാരണം നമുക്ക് കണ്ടാലേ അറിയാം അത് മാനിപ്പുലേറ്റ് ആയിട്ടല്ല എന്നുള്ള സാധനങ്ങളൊക്കെ. ഓക്കെ, എന്താ പറയാ, ഇപ്പൊ ഈ ഒരു ചോദ്യത്തിനും ചിലപ്പോ വരും ഞാൻ കണ്ടന്റ് ആക്കിയിട്ടില്ലേന്ന്. പക്ഷെ രേണു പറഞ്ഞ കാര്യമാണ്, എന്നോട് പറഞ്ഞ കാര്യമാണ്. ചെന്നു സ്റ്റാർ മാജിക്കില് പലരോടും പറഞ്ഞു, പക്ഷെ എനിക്കൊരു പെർഫ്യൂം കിട്ടിയില്ല, ഒന്ന് ചെയ്തു തരുമോ? അത് പലർക്കും അറിയില്ല, അതുകൊണ്ടാണ് അതൊരു കണ്ടന്റ് ആക്കിയത്. അപ്പോ അതിന് പക്ഷെ ഞാൻ കേൾക്കാത്ത പഴികളില്ല, മനസ്സിലായോ? അല്ല, ഇതാണ് എനിക്ക് തീരെ അങ്ങോട്ട് കത്താഞ്ഞ ഒരു സാധനം. അതായത് രേണു സുധി ഇവരോട് പെർഫ്യൂം ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുള്ളൂ, അതൊരു കോണ്ടന്റ് ആക്കി നീ ഇട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല. അത് രേണു സുധി പറയുകയാണ്, ചിന്നു എനിക്ക് സുധിച്ചേട്ടൻ്റെ മണമുള്ള ഒരു പെർഫ്യൂം വേണം, അത് നീ എനിക്ക് കൊണ്ടുവന്ന് തരണം, അത് നീ ഒരു കണ്ടന്റ് ആക്കി ഇടണം. ഇങ്ങനെ രേണു സുധി പറഞ്ഞു എന്നുള്ളത് ഐ ഡോണ്ട് തിങ്ക് സോ. രേണു സുധി ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു പെർഫ്യൂമിൻ്റെ കാര്യം സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും കണ്ടപ്പോൾ ആരോടെങ്കിലും ചോദിച്ച സ്ഥിതിക്ക് നിങ്ങളോടും ചോദിച്ചു കാണും. നിങ്ങൾക്കതൊരു ചാൻസായി, ഏത് രേണു സുധിയുടെ പേരിൽ ഒരു 2 കോണ്ടന്റ് ഇറക്കാൻ.
നിങ്ങൾ 2 കോണ്ടൻറ്റും ഇറക്കി, മില്യൺ വ്യൂസും അടിച്ചു. അതിൻ്റെ പാറ്റേൺ കണ്ടാൽ അറിയാം അത് രേണുസുതി ചോദിച്ചിട്ടല്ല നിങ്ങൾ ആ സാധനം ചെയ്തേന്നുള്ളത്. രേണുസുതി നിങ്ങളോട് പെർഫ്യൂമേ ചോദിച്ചുള്ളൂ, ആ പെർഫ്യൂം കണ്ടൻ്റാക്കി. നോ, അത് എനിക്ക് വിശ്വസനീയമല്ല. ഓക്കെ, പെർഫ്യൂം ചോദിച്ചു, നിങ്ങളത് കോണ്ടൻ്റാക്കി. ഇനി വന്നിരുന്നിട്ട് ഞാൻ ആ കോണ്ടൻ്റ് ആക്കിയത് രേണുസുതി ചോദിച്ചത് കൊണ്ട് പറഞ്ഞത് കൊണ്ട് എന്നുള്ള രീതി. ഇപ്പോൾ രേണുവിനോട് ആരും ചോദിച്ചു പോകില്ലല്ലോ, ആക്കിയതാക്കി, ഫൈൻ. എഗെയിൻ ഞാൻ പറയുന്നു, നിങ്ങൾ പെർഫ്യൂം മേടിച്ചു കൊടുത്തതോ നിങ്ങൾ സഹായം ചെയ്തതോ ഒന്നും ആയിരുന്നില്ല ഇവിടുത്തെ പ്രശ്നം. എനിക്കറിയാം ഇവിടെ മോസ്റ്റ് മെജോറിറ്റി ആളുകളും നിങ്ങളുടെ വീഡിയോസ് എടുത്ത് വെച്ച് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തത് അതിൻ്റെ പാറ്റേണിനാണ്. അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. നല്ല കാര്യങ്ങൾ അല്ല, ഇപ്പൊ പല പ്രമുഖരും പറഞ്ഞിട്ടുണ്ടല്ലോ ചെയ്യുന്ന കാര്യങ്ങൾ അറിയിച്ച് തന്നെ ചെയ്യണമെന്ന്. ഇനി അങ്ങനെ തന്നെ ഇത്ര കാലം ഒന്നും അറിയിക്കാതെ ചെയ്ത പോലെ എൻ്റെ പൊന്നെ അത് പറയല്ലേ. ഇത്ര കാലം ചെയ്ത എല്ലാ നന്മകളും നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ ചിലത് അറിയിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇപ്പം എൻ്റെ ലൈഫിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ അറിയിക്കാറില്ല. ഓക്കെ, ചില കാര്യങ്ങൾ അത് ഞാൻ റീസെൻ്റ്ലി പഠിച്ചതാണ്. ചില കാര്യങ്ങൾ അറിയിക്കണം. ഞാൻ ചിലതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളത് സ്ഥിരമാക്കി എടുത്തോ. ഞാൻ പാറ്റേൺ മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അന്നത്തെ പെർഫ്യൂം വീഡിയോൻ്റെ ഒരു 2 പോർഷൻ ഞാൻ അവിടെ വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് പാറ്റേൺ മനസ്സിലാവും. ശരിക്കും പറഞ്ഞ ഒരു റീബർത്ത് ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞ പോലെ ആ ഒരു സാന്നിധ്യം കൊണ്ടുതരുകയാണ് കേട്ടോ ഇക്ക ശരിക്കും ചെയ്തത്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇപ്പോൾ ഈ ഒരു പെർഫ്യൂം ഇവിടെ ശരിക്കും അടിച്ചപ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പറയാം, ക്യാമറയുടെ മുന്നിൽ നുണ പറയില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സൈഡിൽ സന്തോഷമുണ്ട്, ഇപ്പുറത്തെ കുറച്ച് വിഷമമുണ്ട്. സൂചേട്ടനെ പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ രേണുവിനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ദുബായിലാണ്. അപ്പോൾ അവിടുത്തെ സമയം രേണു ഫോൺ എടുക്കുമെന്ന് എനിക്കറിയില്ല. രേണു കേക്കാം. അതെ, ഞാനിപ്പോ യൂസഫ് ഭായിയുടെ അടുത്താണുള്ളത്. അന്ന് ആ ഡ്രസ്സ് മേടിച്ചു കൊണ്ടുവന്നപ്പോ ഒരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ മനസ്സിലും എനിക്ക് തോന്നുന്നതും ഒരു 75% ഇപ്പൊ സുധിച്ചേട്ടന്റെ പ്രസൻസ് എനിക്കിപ്പോ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടല്ലോ നിങ്ങൾ, ഇതാണ് ആ പാറ്റേൺ. ഈ പാറ്റേണിനെയാണ് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തത്. നമ്മളല്ല, ഞാൻ ക്രിട്ടിസൈസ് ചെയ്തത് ഈ പാറ്റേണിനെയാണ്. പലപ്പോഴായിട്ട് ഞാൻ ഈ പാറ്റേണിൻ്റെ മുകളിലാണ് വീഡിയോ ഇട്ടപ്പോൾ എടുത്തെടുത്ത് ലക്ഷ്മി നക്ഷത്ര കോണ്ടൻറ്റിൻ്റെ അകത്ത് പറയുന്നത്. അല്ലാതെ രേണുവിനെ സഹായിക്കരുത്, അങ്ങോട്ട് പോവരുത്, ചെയ്യരുത്, ഇതല്ല. ഇതൊക്കെ മനസ്സിൽ എടുത്തു വെച്ച് പക പോലെ അടിക്കുക ചേച്ചി. അടിപൊളി. പിന്നെന്താ പറയുക, ഞാൻ പറയുന്നു, ഇതിന്നൊക്കെ എൻഡ് ഓഫ് ദ ഡേ നമുക്കൊക്കെ ഒരുപാട് റവന്യൂ കിട്ടിയിട്ടുണ്ട്. എനിക്കും കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് രേണുസുതി കോണ്ടന്റിൽ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു 300Kൻ്റെ മുകളിൽ അല്ലെങ്കിൽ 200Kൻ്റെ മുകളിൽ, 300Kൻ്റെ മുകളിൽ ഒരു വീഡിയോ, 200Kൻ്റെ മുകളിൽ 1-2 വീഡിയോ, ഇത്രയേ ഉള്ളൂ എനിക്ക് രേണുസുതിയുടെ ഇതിൻ്റെ മുകളിൽ വ്യൂവർഷിപ്പ്. നിങ്ങൾക്ക് അങ്ങനെയല്ല, യു ഹാവ് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് വ്യൂവർഷിപ്പ്. ഈ മില്യൺ വ്യൂവർഷിപ്പ് എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ മില്യൺ എത്ര കിട്ടും എന്നുള്ളത്. എൻ്റെ ചാനലിൽ തന്നെ നിങ്ങൾ എടുത്ത് നോക്കി, ആകെ 2-3-4 വീഡിയോ മില്യൺ അടിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പോയത് തൊപ്പീൻ്റെ ഒരു വീഡിയോ ആണ്, ഒരു 1.1 മില്യൺ. അതിന് എനിക്ക് തോന്നി, ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ വയ്ക്കാം, ഒരു 56,000 രൂപയോളം എനിക്ക് കിട്ടിയ മില്യൺ അടിച്ച വീഡിയോ. 56,000 രൂപയാണ് അതിൻ്റെ RPM വെച്ചിട്ട് കേട്ടോ. ചിലപ്പോൾ ചില വേറെ വീഡിയോസിന് മില്യൺ അടിച്ചില്ലെങ്കിലും ഇതിലേറെ എമൗണ്ട് കിട്ടും. ഞാൻ പറഞ്ഞ ഒരു മില്യൺ അടിച്ച വീഡിയോൻ്റെ ഒരു 3 വർഷം മുമ്പുള്ള, ഇതും ഒരു 3-4 വർഷം മുമ്പുള്ള വീഡിയോസ് ആണല്ലോ, 2 വർഷം മുമ്പുള്ള വീഡിയോസാണ് ഈ പറഞ്ഞ രേണുസുതിയുടെ സുധി റിലേറ്റഡ് ആയിട്ട് ലക്ഷ്മി നക്ഷത്ര ചെയ്ത കോണ്ടന്റുകൾ. അപ്പോൾ ആ ഒരു RPM അന്നത്തെ യൂട്യൂബിൻ്റെ ഒരു RPM സാധനമൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ലക്ഷ്മി നക്ഷത്രയ്ക്ക് 1 മില്യൺ എബവ് വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ 3 മില്യൺ 4 മില്യൺ ഉള്ള 3 മില്യൺ ഉള്ള വീഡിയോ എല്ലാം 1.1 1.2 1.4 മില്യൺ ഉള്ള വീഡിയോസിനൊക്കെ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ എനിക്ക് തോന്നുന്നത് എങ്ങനെ പോയാലും ഒരു 1 ലക്ഷം മുകളിൽ എങ്ങനെ എല്ലാത്തിനും വ്യൂവർഷിപ്പ് ഉണ്ട്, പൈസ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, എല്ലാത്തിനും റവന്യൂ ഒരു 1 ലക്ഷത്തിന് മുകളിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത്. പക്ഷേ ഞാൻ അഗെയിൻ പറയുന്നു, നമ്മളും ഉണ്ടാക്കി, നിങ്ങളും ഉണ്ടാക്കി കാശ്. എനിക്കാണ് ചെയ്യാൻ തോന്നി, എൻഡ് ഓഫ് ദ ഡേ ഞാൻ ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ചാടിക്കയറി വന്നിട്ട് നിങ്ങൾ പെർഫ്യൂം അല്ല ഇവിടുത്തെ വിഷയം. ലക്ഷ്മി നക്ഷത്ര, നിങ്ങളുടെ നിങ്ങളുടെ പാറ്റേൺ, അതിലാണ് ക്രിട്ടിസൈസ് ചെയ്തത്. സോ അത് ഇപ്പോഴും ആക്സെപ്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായത്. ഓക്കെ, ഞാൻ എന്താ പറയുക, ഇത് പറയണം തോന്നി. ഇത് ഇല്ലെങ്കിൽ എന്താ അറിയോ, ലക്ഷ്മി നക്ഷത്രം നൈസായിട്ട് അങ്ങോട്ടേ അവരും ചെയ്തു ഞാനും ചെയ്തു, അപ്പം ഞാൻ ചെയ്തത് ദാറ്റ്സ് നോട്ട്. പിന്നെ അവരും ചെയ്തു ഞാനും ചെയ്ത കാര്യം, രേണുവിൻ്റെ കേസിൽ ഞാൻ എന്താണെങ്കിലും വീട്ടിലേക്ക് പോയ സമയത്ത് 4 ക്യാമറ ഓണാക്കി പോയിട്ടില്ല. ഓക്കെ, 4 ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുമില്ല.
ഫൈൻ. എനിക്കതൊരു വലിയ വ്യത്യാസം തന്നെയാണ് തോന്നുന്നത്. അത് വ്യത്യാസം തോന്നുന്നവരുണ്ടാവും. എനിക്കത് പേഴ്സണലി അത് വലിയൊരു മാറ്റമാണ്. അത് ഞാൻ ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. ഞാനത് ചെയ്തിട്ടില്ല, ചെയ്യൂല. ഫൈൻ. അപ്പോൾ എന്താണെങ്കിലും ലക്ഷ്മി നക്ഷത്രം മനസ്സിലാക്കുക. ആ പാറ്റേൺ അന്ന് ക്രിട്ടിസൈസ് ചെയ്തത് ഞാനും മോസ്റ്റ് ഓഫ് ദ ആളുകളും. നിങ്ങൾക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. അതൊക്കെ ചെയ്തിട്ട് ട്രെൻഡിങ്ങിലും ഇട്ടിട്ട് അന്ന് ട്രെൻഡിങ് എന്ന് പറഞ്ഞ് പോയ ആളാണ് ഇപ്പോൾ വന്നിരുന്നിട്ട്.